എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും ഇമ്പോർട്ടൻറ്റ് പോർഷൻസും നോക്കുന്ന വീഡിയോ സീരീസ് ആണിത്. നമ്മൾ മജോറിറ്റി ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞു. ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പറ്റിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് നേരെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കയറാം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്നും അതുപോലെ തന്നെ ടോർക്ക് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം +2 ഫിസിക്സിൽ ഒരുപാട് ഇക്വേഷൻസും ഡെറിവേഷൻസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത് മറന്നു പോകുക എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും കമ്പാരിസൺ നല്ലതാണ് ഇവിടുത്തെ കേസിൽ, പഠിക്കുന്ന കാര്യത്തിൽ, അതായത് ഇക്വേഷൻസിൻ്റെ കേസിൽ. സോ നമ്മളിവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I × A എന്നാണ് വരുന്നത്. കറണ്ട് ഇൻറ്റു ഏരിയ. ഏരിയ ഈസ് ഏരിയ വെക്റ്റർ. ഏരിയ വെക്റ്റർ എപ്പോഴും പ്ലെയിനിന്, അതായത് ഏരിയ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കാം. ദെൻ n ടേൺസ് ഉണ്ടെങ്കിൽ NIA ആണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ദെൻ ടോർക്ക് എന്ന് പറയുന്നത് MB sin θ ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ ടോർക്കിൻ്റെ ഇക്വേഷൻ PE sin θ ആയിരുന്നു, അല്ലെങ്കിൽ P × E എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ അത് ടോർക്ക് എന്ന് പറഞ്ഞാൽ M × B ആയിരിക്കും. M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും. അവിടെ P ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും E ഇലക്ട്രിക് ഫീൽഡും ആയിരുന്നു. സോ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടുത്തെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എഴുതാം. -PE cos θ ആയിരുന്നു, അല്ലെങ്കിൽ -P.E എന്നായിരുന്നു പറഞ്ഞത്. അവിടെ ഡൈപോൾ മൊമെൻറ്റ് P, ഇലക്ട്രിക് ഫീൽഡ് E. ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M, മാഗ്നറ്റിക് ഫീൽഡ് B. സോ നിങ്ങൾക്ക് -M.B എന്ന് വേണമെങ്കിലും എഴുതാം. സോ ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. എക്സാക്ട്ലി സെയിം ലൈക്ക് ഇലക്ട്രിക് ഫീൽഡ് ചാപ്റ്റർ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഈ ചാപ്റ്ററിൽ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ലൈക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഈ ചാപ്റ്ററിൽ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അതിൽ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കാം. ഇതിനൊരു കമ്പാരിസൺ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഫീബ്ലി റിപ്പൾഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡും, അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് വീക്ക്ലി അട്രാക്റ്റഡ് ബൈയും, മറ്റേ ഫെറോമാഗ്നറ്റിക് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡുമാണ്. സോ ആ ഒരു കമ്പാരിസൺ പ്രോപ്പറായിട്ട് പഠിക്കുക. അതിനകത്ത് ഇക്വേഷൻസ് നോക്കുക. നമ്മൾ പൊതുവേ ഈ ഇലക്ട്രോ മാഗ്നറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വൈൻഡിങ്സ് ഒരു മെറ്റീരിയൽ നമ്മൾ ചുറ്റും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്, ലൈക്ക് സോഫ്റ്റ് അയൺ. ഓക്കെ. ദെൻ മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് ടേമുകളൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. B എന്താണ്, H എന്താണ്, M എന്താണ്, അവരുടെ റിലേഷൻസ് നോക്കി വയ്ക്കാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് B/H എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്, ബിയും എച്ചും തമ്മിലുള്ള റിലേഷനൊക്കെ. അതേപോലെ തന്നെ മ്യൂവും ഖൈയും, വിച്ച് ഈസ് സസെപ്റ്റബിലിറ്റി ആയിട്ടുള്ള റിലേഷൻ പഠിച്ചു വെച്ചേക്കുക. ദെൻ ക്യൂരി ടെമ്പറേച്ചർ എന്താണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായി മാറും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അങ്ങനെയുള്ള ടെമ്പറേച്ചറാണ് ക്യൂരി ടെമ്പറേച്ചർ. ഇതൊരു ഫിക്സഡ് വാല്യൂ ഒന്നും അല്ല, ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആകുന്ന ടെമ്പറേച്ചറാണ് ക്യൂരി ടെമ്പറേച്ചർ. ദെൻ ദർ ഈസ് ഹിസ്റ്റെറിസിസ് കർവ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലേക്കൊക്കെ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ്ലി, അതായത് ഒരു ലീനിയറായിട്ടല്ല കൂടുന്നത്, അത് ലൈക്ക് ഇങ്ങനെ ഒരു കർവായിട്ടാണ് മാറുന്നത്. ഈ കർവിൻ്റെ വിട്ട് മെറ്റീരിയൽ അനുസരിച്ച് മാറും. മാഗ്നറ്റൈസേഷൻ നമ്മൾ കുറച്ച് കൊണ്ടുവന്നാലും ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അകത്ത് കുറച്ചുണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ O എന്ന് തൊട്ട് B വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് റിറ്റൻറ്റിവിറ്റി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നിങ്ങളൊന്ന് പഠിച്ച് വെച്ചിരിക്കണം. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ബിക്കോസ് സിലബസിൽ ചില സിലബസുകളിൽ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്ന സെക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുവാണ്. നൗ മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കണം എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നിങ്ങൾ നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്, എത്ര വരെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകാം. അതാണ് കൊയേഴ്സിവിറ്റി.
ഓക്കെ, കൊയേഴ്സിവിറ്റി. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഒന്നും അല്ല, ബിക്കോസ് ഇതിൻ്റെ അകത്തൊന്നും ഒരുപാട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരത്തുമില്ല. ബട്ട് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഫുൾ മാർക്ക് വാങ്ങിക്കാനും പറ്റും. മെയിൻ ഇക്വേഷൻസ് പഠിക്കുക, കൺസെപ്റ്റ്സ് പഠിക്കുക.